വടക്കേ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവരുടെ വായ്പകൾ എഴുതിത്തള്ളാനാകില്ലെന്ന തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് 19 നടന്ന SLBC യോഗത്തിലായിരുന്നു ഈ തീരുമാനമെടുത്തത്. വായ്പ എഴുതിത്തള്ളേണ്ടത് കേന്ദ്രമാണെന്നും സംസ്ഥാനം ഒന്നും അറിഞ്ഞിട്ടില്ലെന്നുമുള്ള വാദമാണ് ഇതോടെ പൊളിയുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം കേന്ദ്രം ആവർത്തിച്ചത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, കേന്ദ്രം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ എന്തൊക്കെ? നേരത്തെ, അതായത് കഴിഞ്ഞ തവണ ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വാക്കാൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ആ യോഗത്തിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് വായ്പ പുനഃക്രമീകരണം അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നത്. വായ്പ എഴുതി തള്ളേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതെന്നുമായിരുന്നു അറിയിച്ചത്. ഇന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് മാസം 19 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ SLBC യോഗം ചേർന്നിരുന്നു. അതായത് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അത് യോഗം ചേർന്നുകൊണ്ടാണ് ഏതൊക്കെ വിധത്തിലുള്ള ആശ്വാസ നടപടികൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നടത്താമെന്നുള്ളതിൽ ഒരു തീരുമാനത്തിൽ എത്തിയത്. RBIയുടെ മാസ്റ്റർ ഡയറക്ഷൻ അനുസൃതമായിട്ടാണ് ഈ ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു ശുപാർശയാണ് SLBC യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രി പങ്കെടുത്ത SLBC യോഗത്തിന്റെ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വായ്പ പുനഃക്രമീകരിക്കുവാനും വായ്പ എഴുതിത്തള്ളേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും തങ്ങൾ എത്തിയതെന്നാണ് ധനമന്ത്രാലയം ഇന്ന് ഹൈക്കോടതിയിൽ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുള്ളത്. സത്യവാങ്മൂലം എന്നുള്ള രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ അക്കമിട്ട് നിരത്തിക്കൊണ്ടും ഇക്കാര്യം ഹൈക്കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സംസ്ഥാനം ഇക്കാര്യത്തിൽ വായ്പ എഴുതിത്തള്ളണമെന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതിയിൽ അടക്കം ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഈ ഒരു തീരുമാനം എടുക്കാൻ കാരണമായത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലെ ഒരു യോഗത്തിലാണ് അത് ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തങ്ങൾ തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ള കേന്ദ്രത്തിന്റെ ഇപ്പോൾ രേഖാമൂലമുള്ള മറുപടി അത് ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണേണ്ടത്. അതോടൊപ്പം തന്നെ നാളെ ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സമർപ്പിച്ച സത്യവാങ്മൂലം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഹർജിയിന്മേലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക. എന്തായാലും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നാളെ ഹർജി പരിഗണിക്കാൻ ഇരിക്കെ തന്നെയാണ് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ശരി രേഷ്മ.